നമ്മള് സദൃശ്യവാക്യത്തിൽ വായിക്കുമ്പോൾ ആ, ബുദ്ധിമാന്മാരെ കുറിച്ച്, നീതിമാന്മാരെ കുറിച്ച്, ജ്ഞാനികളെ കുറിച്ച്, മൂഢന്മാരെ കുറിച്ചൊക്കെയും വളരെയധികം പ്രതിപാദിക്കുന്നുണ്ട്. हम लोग नीति वचन में जब पुस्तक से पढ़ते समय में बुद्धिमान लोग, ज्ञानी लोग, अक्लमंद लोग करके इस विषय में हम लोग पढ़ते हैं। അതിലൊരു വേറൊരു ഗണവും കൂടെ ഉണ്ട്, മടിയന്മാർ എന്നൊരു ഗ്രൂപ്പ്. और उसमें से एक ऐसा झुंड के बारे में बोला है, वो है आलसी लोग। അപ്പോൾ അവിടെ മടിയന്മാരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പല ഭാഗങ്ങളിലായി പറയുന്നുണ്ട്. और आलसी लोगों के बारे में बहुत से बातें हैं, एक एक भागों में बताया है। അതിലൊരു ഭാഗം നമുക്ക് നോക്കാം. एक भाग हम देखेंगे, 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. उसका 12 का 24 में हम इस रीति से पढ़ते हैं। 27 सॉरी, 12 का 27 में पढ़ना। आलसी अहेर का पीछा नहीं करता, परंतु कामकाजी को अनमोल वस्तु मिलती है। ഓക്കെ. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. അപ്പൊ മടിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ദൈവികമായ അനുഗ്രഹമാണ് ഉത്സാഹം എന്ന് പറയുന്നത്. तो आलसी का जो विपरीत एक बात है, जो परमेश्वर के नजर में आशीषित है, वो है जो कामकाजी करता है। ഇത് ഭൗമിക മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉത്സാഹികളായ ആൾക്കാര് വളരെയധികം പണം സമ്പാദിക്കുകയും മടിയന്മാരായിരിക്കുന്നവർക്ക് സാമ്പത്തികമായി ഒരു അടിസ്ഥാനമൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. और स्वाभाविक रीति से भी हम देखते हैं, बोलते भी हैं कि देखो जो कामकाजी है वो लोग को हमेशा बहुत सफलता रहता है दुनिया में, पर जो आलसी लोग हैं वो लोग हमेशा गरीबी बना रहता है, कोई उनको उन्नति नहीं होता। എന്നാൽ ഇവിടുത്തെ വിഷയം ദൈവികമായത് നിത്യമായ സമ്പത്തിനെ കുറിച്ചാണ്. परंतु यहाँ पर जो आशीष जो धन के विषय में है, जो वस्तु के विषय में है, वो स्वर्गीय धन के बारे में है। നമ്മള് ഒരിക്കൽ പാപികളായിരുന്നു. हम लोग एक समय में पापी थे। അപ്പൊ പാപത്തോടൊരു ഉത്സാഹം, കാരണം പാപം ചെയ്യാൻ ഒരു ഉത്സാഹവും താല്പര്യവും ഇല്ലെങ്കിൽ ആരും പാപം ചെയ്യത്തില്ല. तो हम पाप का विषय में देखा जाए कि जो कोई पाप के विषय में दिलचस्पी रखता है उन्हीं लोग पाप करते हैं। पाप में अगर कोई दिलचस्पी नहीं रहेगा तो पाप नहीं करेगा। നമ്മള് യിരെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മുടെ സ്വാഭാവിക പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും ഉത്സാഹമുള്ളവരാണ്, പക്ഷെങ്കിൽ ദൈവത്തിന്റെ കാര്യത്തിലാണ് ഉത്സാഹം ഇല്ലാത്തതെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അത് യിരെമ്യാ പ്രവചനം 4:22 വായിക്കുന്നുണ്ട്. यिर्मयाह का पुस्तक 4 का 22 पढ़ते समय में हमारा हमेशा दिलचस्पी जो है प्रभु के विषय में नहीं रहता करके कहता है। पढ़ना 4:22। क्योंकि मेरी प्रजा मूढ़ है, वह मुझे नहीं जानते। मैं ऐसे मूर्ख लड़के हैं जिनमें कुछ भी समझ नहीं। बुराई करने को तो वे बुद्धिमान हैं, परंतु भलाई करना वे नहीं जानते। മനുഷ്യന്റെ വീണുപോയ പ്രകൃതമാണ് ഇവിടെ കാണുന്നത്. तो मनुष्य का गिरा हुआ स्वभाव को हम यहाँ पर देखते हैं। ഏത് മനുഷ്യനും പാപം ചെയ്യാൻ ഉത്സാഹമുണ്ട്. हर एक मनुष्य को क्या है कि बुराई करने के लिए बहुत दिलचस्पी रखता है, उसमें वो बुद्धिमान है। ദൈവ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ അവന് നിരുത്തരവാദിയായി അല്ലെങ്കിൽ ഉത്സാഹമില്ലാത്തവനായി മടിപ്പുള്ളവനായി തീർന്നിരിക്കുന്നു. परंतु परमेश्वर का स्वभाव के संबंध के विषय में या प्रभु का बातों को करने के विषय में उतना उत्साह वो नहीं रखता, बल्कि वो उसका विरोधी रहता है, ज्यादा आनंद नहीं रहता है उसमें। നമ്മള് ഈ പ്രൊവേർബ്സ് തന്നെ 13-ന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, प्रोवर्ब्स का पुस्तक नीति का 13 अध्याय का 4 में हम पढ़ते हैं, അവിടെ മടിയൻ അവന് വളരെയധികം കൊതിയുണ്ട്, ആഗ്രഹങ്ങളുണ്ട് ആത്മീയമായിട്ട്. वहां पर देखो जो आलसी है उसका प्राण लालसा तो करता है, मतलब आत्मिक विषय में उसको लालसा तो है। ഇത് കൊരിന്തിലുള്ള വിശ്വാസികളെ പോലെ ജഡീകനായ വിശ്വാസികളാണ്. मतलब ये कौन है जो कोरिन्थिय मंडली के शारीरिक प्रकृति के विश्वासी लोगों के समान है। പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അവന് വളരെയധികം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. കാരണം അവന് ദൈവത്തോടൊരു ആന്തരിക ബന്ധം വരാത്ത കാലത്തോളം, ദൈവത്തിൽ നിന്നും ലഭിക്കാതെ, ദൈവം കണ്ണു തുറക്കാതെ അവന്റെ ദേഹിയുടെ ദേഹി പുഷ്ടി പ്രാപിച്ച് സന്തോഷവാനാകാൻ കഴിയുന്നില്ല. परंतु क्या होता है कि तो भी उसको कुछ मिलता नहीं। आलसी अवस्था मतलब की वजह से प्रभु की ओर से उसको कुछ नहीं मिलता। क्यों? क्योंकि जैसा एक कामकाजी व्यक्ति, जो मेहनती व्यक्ति हमेशा प्रभु की ओर आश्रय कर कर जीता है, वैसा आलसी व्यक्ति प्रभु की ओर आश्रय ना करने की वजह से प्रभु की ओर से ना आशीष मिलता है, ना ही वो हष्ट पुष्ट होकर तंदुरुस्त रहता है।
എന്നാൽ പാപത്തോടുള്ള ബന്ധത്തിൽ വളരെയധികം സാമർത്ഥ്യം ഉണ്ട് താനും. परंतु पाप करने के विषय में वो बहुत दिलचस्पी रखकर लालसा करता है। അപ്പോൾ ഈ മടി എന്ന് പറയുന്നത് പ്രാകൃതമായി നമുക്ക് ജന്മനാ ലഭിച്ചിരിക്കുന്ന ദൈവീയ കാര്യങ്ങളോടൊരു ഉത്സാഹമില്ലായ്മയും പാപത്തോട് വളരെ താല്പര്യമുള്ള സ്ഥിതിവിശേഷം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും പിന്നെയും നമ്മളിൽ തുടരുന്ന ഒരു സ്ഥിതിയെ കുറിച്ചാണ് വായിക്കുന്നത്. तो आलसी बाइबल के अनुसार जो आलसी मतलब परमेश्वर के विषय में बिल्कुल भी दिलचस्पी ना रखते हुए संसार की बातों में और उसकी अभिलाषा को कामना को पूरा करते रहना, उसी में ज्यादा इच्छा रखना, ये है वचन के अनुसार आलसी। और ये आलसी स्वभाव हम लोग को भले ही जन्म से मिला हो, लेकिन विश्वासी बनने के बाद भी ये हमारे अंदर बना रहता है। സമ്പത്ത് എന്ന് പറയുന്നത് നിലനിൽക്കുന്നതും നിത്യമായതും ഒരിക്കലും നശിച്ചു പോകാത്തതുമായ സമ്പത്തിനെ കുറിച്ചാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. और धन करके बोलते समय में प्रभु ने हमको धन के विषय में क्या सिखाया? धन सचमुच वो धन है जो वास्तव में सदा के लिए टिका रहता है और अनंत काल का है। അപ്പൊ നമുക്ക് സ്വർഗത്തിൽ ധനമുണ്ടെന്നും നമ്മുടെ ഹൃദയം അവിടെ ഇരിക്കണമെന്നും കർത്താവ് പഠിപ്പിച്ചുള്ളതുകൊണ്ട് ആ നിലയിൽ കാഴ്ചപ്പാട് കിട്ടാതെ ഭൗമിക നിലയിലേക്ക് നമ്മുടെ മനസ്സ് തീർന്നു പോകുമ്പോൾ, എപ്പോഴും തിരിഞ്ഞു പോകുമ്പോൾ, പ്രോവർബ്സ് 10-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ പറയുന്ന അനുഭവം നമുക്കുണ്ടാകുന്നു. तो हमारा धन जो स्वर्ग में है, उसके लिए मन रखो करके बोलने के बावजूद भी हम लोग भूमि के बातों में अगर मन रखकर जी रहे हैं, तो हमारा अवस्था नीति वचन का पुस्तक 10:4 के अनुसार हो जाएगा। അപ്പോൾ അത് 10:4 മടിയുള്ള കൈ കൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. तो वहां पर हम देखते हैं कि जो काम में ढीला करता है वो निर्धन हो जाता है, परंतु कामकाजी लोग अपने हाथों के द्वारा धनी होते हैं। അപ്പോൾ ഇതിനെ പുതിയ നിയമത്തിൽ കർത്താവ് അടക്കം അപ്പോസ്തലന്മാരെല്ലാം നമുക്ക് ഒരുപാട് മാർഗനിർദ്ദേശം തരുമ്പോൾ ഈ മടി എന്നുള്ള കാര്യം ഉപയോഗിക്കാതെ പലപ്പോഴും ഉത്സാഹം അല്ലെങ്കിൽ കർത്താവിനായിട്ട് ഒരു പ്രത്യേക രീതിയിൽ കർത്താവിനെ കാത്തിരിക്കുന്നതിനുള്ള ബന്ധത്തിലൊക്കെ ഉത്സാഹമുള്ളവരായിരിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് നമുക്ക് പ്രബോധനങ്ങൾ തരുന്നുണ്ട്. इसके लिए हम देखते हैं कि प्रेरितों का पुस्तक, खास रीति से जो प्रेरित लोग थे, वो लोग हमेशा इस विषय में वो लोग कहते थे कि भले वो लोग आलसी करके शब्द वो लोग ने इस्तेमाल ना किया हो, परंतु हमेशा उत्तेजना के साथ, उत्साह के साथ तुम लोग प्रभु के विषय में और उत्साह में बने रहो करके इस विषय में चेले लोग हमेशा प्रोत्साहन करके बहुत से खतों में अलग अलग भागों में लिखा है। അപ്പൊ ഉത്സാഹം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സ്, ദേഹിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. तो जो कामकाजी है या उत्साह से मन से रहने वाला व्यक्ति जो है, वो हमारा प्राण से होना चाहिए। നമ്മുടെ ദേഹിയിൽ ഉത്സാഹം ഉണ്ടാകുമ്പോൾ ആണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുകയും അനുഗ്രഹ സമ്പത്ത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നതിന്റെ കലവറ എന്താണ് തുറന്ന് ഏതെല്ലാം നിലയിലാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന് ആത്മാവിൽ വെളിപ്പെടുകയും ചെയ്യും. तो जब वो व्यक्ति का प्राण को में जो उत्साह आता है और वो हमेशा दिलचस्पी रखता है स्वर्गीय बातों में, तब प्रभु क्या करेगा? उसका आत्मा को आशीष करके स्वर्ग में जो उसके लिए रखा हुआ धन और आशीष की बातें का भंडारता को खोलकर उसको आंखों को खोलता है, ताकि वो समझ सके कि प्रभु ने उसके लिए क्या क्या तैयार करके रखा है। നമ്മുടെ സർദീസ് സഭയോട് കർത്താവ് പറയുമ്പോൾ കർത്താവ് ഒരു വാണിംഗ് അവിടെ ആദ്യം തന്നെ പറയുകയാണ്, ജീവനുള്ളവന് നിനക്ക് പേരുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ആത്മാവ് രക്ഷിക്കപ്പെട്ടവനാണ്, ജീവനുണ്ട്, നിത്യജീവനുണ്ട്. അവന് അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായിരുന്നെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവന്റെ ദേഹിയിലേക്ക് നിത്യജീവൻ പൂർണ്ണമായും പ്രവേശിച്ചില്ല. പക്ഷെ ആത്മാവിൽ അവൻ ജീവനുള്ളവനാണ്. പക്ഷെ ദേഹിയിൽ പാപത്തോടുള്ള സാമർഥ്യവും ആത്മീയ വിഷയങ്ങളോട് താല്പര്യമില്ലാത്തവനുമായിരിക്കുന്ന സ്ഥിതിയാണ് സർദീസ് സഭ. तो वापस सरदीस कलीसिया के विषय में वो लोग उसके विषय में गवाही जो प्रभु कहता है कि वो ये है कि प्रभु उनका काम को तो जानता है कि तो जीवित तो कहलाता तो है, परंतु मरे हुए अवस्था में वो लोग है। मतलब क्या है? वो लोग नया जन्म पाया हुआ है, इसके लिए तो वो लोग जिंदा है, परंतु उनका जो अवस्था देखा जाए तो मरे हुए समान, एक आलसी लोगों के समान, कोई फलवंत नहीं, ऐसा अवस्था में वो लोग जी रहे हैं। സഭയിൽ ആത്മാവ് മരിച്ചവരുണ്ടെങ്കിൽ അവര് സഭയ്ക്ക് ലേഖനം അവരിലില്ല, സഭയിലില്ല. സഭയില് രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷെങ്കിൽ അവർക്ക് ദേഹിയിൽ ദൈവീയ കാര്യങ്ങളോട് മടുപ്പാണ്. तो अगर कलीसिया में कोई आत्मा में मरा हुआ व्यक्ति है, तो फिर उनको खत लिख के फायदा नहीं, क्योंकि उनका नया जन्म ही हुआ नहीं है। परंतु तो तुम लोग जीते हैं बोलते समय में आत्मा में वो लोग जिंदा है, नया जन्म को अनुभव तो है। അതിനെ കർത്താവ് പറയുന്ന ഒരു പോംവഴിയാണ്, നീ മാനസാന്തരപ്പെടുക, അത് മനസ്സിന് ഉണർവ് വരിക. മനസ്സ് കർത്താവിനെ നോക്കി കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു നിലയിലേക്ക് നിന്റെ മനസ്സ് കർത്താവിലേക്ക് തിരുപ്പീനെന്ന്
കർത്താവ് നമുക്ക് ഒരു ഉപദേശം നൽകി തരുന്നതാണ് അവിടെ കാണുന്നത്. तो इसलिए इस विषय में प्रभु जो हमको एक रास्ता दिखाए, जो मार्ग दिखाए इस विषय में है, वो ये है कि तुम लोग मन फिरो। मन फिरकर हमको क्या करना है कि ये एकमात्र रास्ता है जो हमें इस अवस्थे से हमें बाहर निकाल कर हमें बचाकर वापस प्रभु की ओर, शरण की ओर हमें लेकर आता है। അപ്പോൾ മനസ്സ് തിരിക്കുക നമ്മുടെ ഇച്ഛയാ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ തിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടേതായിരിക്കുന്ന ഇച്ഛാശക്തിക്ക് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ മനസ്സ് തിരിക്ക്. तो मन फिरना करके बोलते समय में वो हमारे इच्छा के अनुसार है। मतलब हमको इच्छा है कि प्रभु की ओर लौट कर आना है तो हम वापस पक्का आएंगे, लेकिन अगर हमको मन ही नहीं है, प्रभु के पास जाना नहीं है, तो कोई कुछ भी करे तो हम लोग नहीं जाएगा। इसलिए प्रभु क्या कहता है कि तुम मन फिर कर आओ। അപ്പൊ മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് ദേഹിയിൽ ഒരു ഉണർവുണ്ടായിട്ട് കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു നിലയിൽ ഒരു പാപം ചെയ്യുന്നത് നിർത്തുന്ന സ്ഥിതി മാത്രമല്ല, പിന്നെയോ നമുക്ക് ദേഹിയിൽ ഒരു ഒരു ഉണർവുണ്ടായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സംരംഭം നമ്മളിൽ ആരംഭിക്കുകയാണ് മാനസാന്തരം കൊണ്ടുണ്ടാകുന്നത്. तो मन फिरना करके बोलते समय में बस पाप से हटकर पाप नहीं करना सिर्फ उतना में सीमित नहीं है, बल्कि हमारा प्राण के विषय में एक ऐसा उत्तेजना से हम भर जाते हैं कि पूरा प्रभु की ओर हम लोग मुड़कर उस उत्तेजना में भरकर प्रभु के साथ बने रहकर उसके साथ निवास करना, वही सच्चा मन फिरावट है। അതിനെ കർത്താവ് പറയുന്നത് അലർട്ട് എന്നാണ്. അലർട്ട് ഉണർവ് എന്നല്ല. നമ്മളൊരു പാട്ട് പാടുമ്പോൾ പെട്ടെന്ന് ഒരു ഉണർവ് ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല. നമ്മുടെ ദേഹിയെ അല്ലെങ്കിൽ ശല്യപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അലർട്ട് ഉണ്ടായിരിക്കുക, നീ വളരെ ജാഗ്രതയുള്ളവനായിരിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. तो इसके लिए प्रभु उसलिए हमको जागरूक रहो करके इस विषय में कहता है। बस जब सोकर नींद से उठा हुआ अवस्था वैसा नहीं, जैसे कि गीत गाने के बाद थोड़ा हमको थोड़ा अंदर थोड़ा उत्तेजना आया उस रीति से नहीं, लेकिन जागरूक रहकर पूरा होश में हमको समझना है कि क्या चल रहा है हमारे आसपास में, उस रीति का जागृति के विषय में कहता है। അപ്പൊ കർത്താവ് വരുന്നതിനോടുള്ള ബന്ധത്തിൽ ചിലർക്ക് കർത്താവ് വരുമ്പോൾ പോകുമോ പോകത്തില്ലയോ എന്നൊരു ഭയം. കാരണം കർത്താവ് വരുന്നതിനുള്ള ബന്ധത്തിലാണ് കർത്താവ് പറയുന്നത്, നീ ഉണരാതിരുന്നാൽ. അപ്പൊ ഉണർന്നിരിക്കുന്നവർക്ക് കർത്താവിന്റെ വരവ് ഒരു നിലയിലും അവർക്ക് ദോഷം ചെയ്യത്തില്ല, എല്ലാ നിലയിലും അനുഗ്രഹമാണ്. അവർക്ക് ഭയമില്ല കർത്താവ് വരുമ്പോൾ ഞാൻ പോകുമോ പോകത്തില്ലയോ. तो इसलिए ഉണരാതിരിക്കുമ്പോഴത്തെ സ്ഥിതിയിലാണ് ഞാൻ കർത്താവ് ഇനി വന്നാൽ പോകുമോ പോകത്തില്ലയോ എന്നൊരു ഭയം ഉണ്ടാകാൻ കാര്യം അവർ രക്ഷിക്കപ്പെടാത്തത് കൊണ്ടല്ല, പക്ഷേ ദേഹിയിൽ ഒരു ജാഗ്രത ഇല്ലായ്മയാണ്, അവർക്ക് ക്ഷീണം സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. तो इस विषय में हमें समझना है कि खास रीति से प्रभु का आगमन के विषय में जब लोगों को बोलते समय में बहुत से विश्वासियों को यह संदेह रहता है, क्या प्रभु आएगा तो मैं जाऊंगा क्या नहीं, ये क्यों ऐसा होता है? तो वो इसके लिए है कि उनका प्राण का जो अवस्था अभी भी निद्रा के अवस्था में, नींद का अवस्था में है, उनके जीवन में कोई भी उत्तेजना नहीं, कोई भी आनंद का अवस्था नहीं होने की वजह से वो लोग हमेशा यही सोचते रहते हैं। लेकिन जो सच प्रभु क्या कहते हैं, अगर तुम जागकर जागरूक रहोगे तो तुम मेरे आगमन में तुम जाओगे। तो प्रभु के विषय में जो जागकर जागरूक रहने वाले लोगों को कभी संदेह नहीं रहता है, लेकिन संदेह उन लोगों को होता है जो इस विषय में जो आलसी होकर प्रभु के विषय में संदेह करता है और उनका प्राण में उत्साह नहीं होने की वजह से। അപ്പൊ താപോലുള്ള കാര്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, അവനാണ് ജയിക്കുന്നവൻ അല്ലെങ്കിൽ ജയാളികൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതാണ് നമ്മുടെ ദേഹിയിൽ ഒരു ഉണർവുണ്ടായിട്ട് നമുക്ക് കർത്താവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കർത്താവിന്റെ വരവിന്റെ ആ യഥാർത്ഥ സന്തോഷത്തിലും പ്രത്യാശയിലുമാണ് ആയിരിക്കുന്നത്. तो इसलिए जयवंत करके जब बोलते समय में जयवंत वो है करके जब बाइबल में पढ़ते समय में जयवंत कौन है, जो इस रीति से यह पहचानता है अपने अवस्थे में कि उसके जीवन में एक कमजोरी है और उस पर वो विजय पाकर वो जागरूक होकर उससे प्रभु के विषय में उपयोगी पात्र बनता है। तो उस विषय में वो जीत पाकर जब प्रभु के विषय के लिए उपयोगी, उसी को कहते हैं जयवंत है करके। അപ്പോൾ നമ്മള് അവിടെ കർത്താവ് നീ ഉണരാതിരുന്നാൽ എന്നൊരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. प्रभु वहां पर कहता है कि यदि तू जागेगा नहीं तो, ऐसे बात कहता है। യഹൂദന്മാരുടെ പേർക്ക് വേണ്ടി രണ്ടാം ഘട്ടം വരുന്നതിനെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്, സഭയോടുള്ള ബന്ധത്തിലാണ്. കർത്താവ് വരുന്നതിനുള്ള ബന്ധത്തിൽ കള്ളനെ പോലെ വരുന്നു എന്നും അത് ഉണരാത്തവർക്കാണ് അത് പ്രശ്നമായി തീരുന്നതെന്നും അവർ പോകത്തില്ലെന്നല്ല, പക്ഷെങ്കില് അവർക്ക് ഒരു സന്തോഷമില്ലായ്മ അവർക്ക് അല്ലെങ്കിൽ പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് സന്തോഷം കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം അവർക്ക് ഉണ്ടാവും. तो पहले थिस्सलुनीकि में पढ़ते समय में जब प्रभु के पौलुस को याद दिलाते समय में जैसे कहता है कि यीशु प्रभु हमारा प्रभु चोर के समान आएगा, जब प्रभु हमारे विषय में ऐसा कहते समय में वो यहूदियों के विषय में है करके नहीं, बल्कि हमारे विषय में है, क्योंकि प्रभु आने के
समय में हम लोग कौन होना चाहिए? जागरूक लोग रहना चाहिए, जागकर प्रभु का आगमन के विषय में पूरा होशो हवास में जागरूक रहकर समझना चाहिए कि हाँ, समय के हिसाब से अभी हम लोग प्रभु के आगमन के अवस्था में है। तो वो क्यों कहता है कि तुम लोग सोना नहीं, जागे रहना? क्योंकि प्रभु का आगमन के विषय में जो जागरूक रहता है, उन्हीं लोगों को प्रतिफल ज्यादा मिलने का अवस्था रहेगा। तो ऐसा नहीं है कि जो सो गया उन लोग को उठा लिया जाएगा, नहीं जाएगा, ऐसा नहीं कि छोड़ दिया जाएगा, परंतु वो जागे नहीं रहने की वजह से, जागरूक नहीं रहने की वजह से क्या हो गया? प्रतिफल कम होगा। അപ്പം ഈ ഒന്ന് തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിലും ദൈവദാസൻ ഇത് തന്നെയാണ് പ്രബോധിപ്പിക്കുന്നത്. पहला थिस्सलुनी 5वां अध्याय में भी पौलुस वहां पर कहता है, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. 5:2 में हम पढ़ते हैं कि क्या तुम नहीं जानते कि जो ठीक जानते हो कि जैसा रात को चोर आता है, वैसे ही प्रभु का दिन आने वाला है। അപ്പൊ അതിനോട് 6-ാം വാക്യം കണക്ട് ചെയ്യുകയാണ്. उसके साथ 6 वो वाक्य को जोड़ के कहता है, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ, അല്ലെങ്കിൽ കർത്താവ് വരുമ്പം പോകാത്തവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും. ഇവിടെ ഉറങ്ങുക എന്ന് ഉദ്ദേശിക്കുന്നത് രാത്രി ഉറങ്ങുന്നതിനെ കുറിച്ചല്ല. അവർക്ക് ആത്മീയമായിട്ട് ഒരു കാര്യം അറിയില്ലല്ലോ, അവർക്ക് അതിനോട് താല്പര്യമില്ല. നമ്മൾ പാപികളായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ലോകമനുഷ്യർ. അപ്പൊ അവരെ പോലെ നാം ആയി പോകാതെ ഉറങ്ങുന്നവർ, അടുത്ത വാക്യം വായിക്കുന്നത്, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരുമായിരിക്കാം. इसके लिए वहां पर वाक्य 6 में लिखा है कि इसलिए हम औरों के नहीं सोते ना रहे। औरों के नहीं मतलब संसार के लोग जो प्रभु के आगमन के विषय में, प्रभु के विषय में कोई भी दिलचस्पी नहीं है, उनको कुछ भी नहीं मालूम दुनिया में क्या हो रहा है, प्रभु का संबंध में क्या है, कुछ भी नहीं मालूम, उन लोगों के समान अज्ञात ना रहते हुए, सोया हुआ अवस्था में ना रहे, संसार के लोगों के समान ना रहे, परंतु जागते रहे और सावधान रहे। അപ്പം കർത്താവിനെ കുറിച്ച് ബോധ്യമില്ല എങ്കിൽ നമ്മുടെ ബോധ്യം അല്ലെങ്കിൽ നമ്മുടെ സുബോധം അത് ശരിയായ സുബോധമല്ല, ലോക മനുഷ്യർക്കുള്ളതുപോലുള്ള ബോധ്യം മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ വചനം വെളിപ്പെടുത്തുന്നത്. तो अगर हम लोग उस रीति से उत्तेजना होकर जागरूक अगर नहीं रहेंगे, तो प्रभु आने वाला है, उसका जो बोध्य है, उसका जो समझ है, हम लोग को प्रभु का आगमन के विषय में नहीं रहेगा। लेकिन संसार के बारे में हम लोग संसार के लोगों का जैसा बहुत से बातें हम लोग जानेंगे, समझेंगे, लेकिन उससे क्या फायदा होगा? അപ്പൊ അതിന്റെ 10-ാം വാക്യത്തില് നമ്മൾ എല്ലാവരും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും എന്നതിന് ഉറപ്പ് അവിടെ വ്യക്തമാക്കുകയാണ്. इसलिए वाक्य 10 में वहां पर एक बात कहता है कि हम लोग सब लोग नए जन्म पाए हुए लोग उठा लिए जाएंगे करके वो वाक्य हमें पक्का करता है। നാം ഉണർന്നാലും ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും, ആ ഉറങ്ങുക എന്ന് ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ വിശുദ്ധന്മാരെ കുറിച്ചാണ്. तो इसके वहां पर कहते हैं कि वे हमारे इस कारण वहां पर इसलिए हम कि यदि हम लोग चाहे जागते हो या चाहे सोते हो, तो मतलब यहाँ पर सोते हुए के विषय में हम जानते हैं कि मरे हुए विश्वासी के बारे में है। മരിച്ചുപോയ വിശുദ്ധന്മാരും ഉണർന്നിരിക്കുന്ന വിശുദ്ധന്മാരും ഒരുമിച്ച് കർത്താവിനെ അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. तो मरे हुए विश्वासी और अभी जो जिंदा विश्वासी है, वो लोग सब लोग प्रभु के आगमन में उठा लिया जाएंगे, उसी के लिए तो प्रभु आ रहा है। അപ്പൊ കർത്താവ് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് വ്യക്തത തരുന്നത്, നമുക്ക് ഒരു കർത്താവിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ദേഹി ഭാഗത്ത് നമ്മുടെ മനസ്സുകൊണ്ട് ദൈവിക കാര്യങ്ങൾ ആഗ്രഹിക്കുകയും നീതി, സത്യം, ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ശ്രദ്ധ വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദേഹിയിൽ നമ്മുടേതായിരിക്കുന്ന ജീവിതത്തിൽ വിശ്വാസത്തിന്റെ നിലനിൽപ്പ് ഏറ്റവും ശ്രേഷ്ഠമായി തീരും. इसके लिए हम लोग प्रभु का आगमन के विषय में देखते समय में हम लोग अपना प्राण में पूर्ण सुबोध के साथ और पूरे मन से जागरूक होकर प्रभु के आगमन में उत्तेजना के साथ जागरूक रहकर तैयार रहेंगे, तो वो सचमुच वो विश्वासी प्रभु का आगमन में उत्तेजना से भरा रहेगा। 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ दूसरा थिस्सलुनी 2:15 में हम पढ़ते हैं, അവിടെ ആത്മാവിന് വിശുദ്ധീകരണം പ്രാപിക്കുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട് പിന്നെ 15-ാം വാക്യത്തിൽ പറയുകയാണ്, उसका आत्मा में पवित्रकरण के विषय में बोलने के बाद फिर 15 में कहता है, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. അപ്പം നമ്മുടെ മനസ്സ് വചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവശാസ്ത്രം, ദൈവത്തിൻ്റെതായിരിക്കുന്ന ഉപദേശം എന്താണ് എന്ന് ലേഖനങ്ങളിലും വേദപുസ്തകം മൊത്തമായി ഇരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് പതിഞ്ഞ് അത് നമ്മളിൽ എഴുതപ്പെട്ട ഒരു ലേഖനമായിട്ട് തീരുന്ന നിലയിൽ നമ്മുടെ മനസ്സിനെ പതിപ്പിക്കുമ്പോഴാണ് നമ്മളിൽ അത് ജീവനും ഉണർവ് കൊണ്ടുവരുന്നത്. वहां पर कहते हैं कि इसलिए हे भाइयों तुम सतर्क रहो और जो बातें तुम्हें क्या वचन क्या ही पत्र के द्वारा
हमसे सीखी है उन्हें थामे रहो। तो मतलब उसके लिए तो उस समय में जो उनको खत देकर लिखा गया था, वो सब बातें अपने हृदय के पट्टी में हमें लेकर उसको संभाल कर उसमें स्थिर होकर उसमें थामे रहेगा, तो वो एक सच्चा विश्वासी है जो हमेशा जागरूक रहता है। ഇപ്പൊ രണ്ട് കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ ആ ഒന്നാം കൊരിന്ത്യരിലുള്ള അവസ്ഥയിൽ നിന്നും രണ്ട് കൊരിന്ത്യരിലേക്ക് ലേഖനം വരുമ്പോൾ പൗലോസിന്റെ നിർദ്ദേശങ്ങൾ അവർ സ്വീകരിച്ച് അവര് രണ്ടാം അധ്യായം രണ്ട് കൊരിന്ത്യർ മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നത് ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉളവായ ക്രിസ്തുവിൻ പത്രമായി. അപ്പം ക്രിസ്തുവിന്റെ ലേഖനങ്ങൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഹൃദയം എന്ന മാംസപ്പലകയിൽ പരിശുദ്ധാത്മാവ് എഴുതി ചേർക്കത്തക്കവണ്ണം അവരെ ആത്മാവിൽ ഉണർവുള്ളവരായി ദേഹി പഴയ ലോകത്തിന്റെ കാര്യങ്ങൾക്കല്ല ക്രിസ്തുവിന്റെ കാര്യങ്ങൾക്ക് വേർപെട്ടു എന്നാണ് പൗലോസ് അവിടെ വായിക്കുന്നത്. तो जब दूसरा कोरिन्थी जब पौलुस वहां पर लिखते समय में, तो वहां का कोरिन्थी का अवस्था बदल गया था। वो लोग पहले कोरिन्थी में खत में लिखा हुआ लोगों का अवस्था नहीं था, बल्कि वो लोग बदल गए थे। और दूसरा कोरिन्थी उसका 3 का 1-2 में पढ़ते समय में वो लोग कहते हैं कि किस रीति से उन लोगों का हृदय के में वो पत्री में तुम्हारे पास में लाने के लिए मैं तुम्हारे लिए आया था, और वे हमारा पत्री तुम्हें भी वाक्य 2 पढ़ना, 3 का 2। हमारी पत्री तुम ही हो जो हमारे हृदयों पर लिखी हुई है और उसे सब मनुष्य पहचानते और पढ़ते हैं। तो पौलुस तो उस विषय में उन लोगों को मान रहा है कि तुम ही वो पत्र हो जो हमारे वचनों को तुम्हारे हृदय में लिखा हुआ है ताकि लोग पढ़ सके। അങ്ങനെ ആയപ്പോൾ അവര് ആ കൊരിന്ത്യരെ സംബന്ധിച്ചോളം അദ്ദേഹം പറയുകയാണ്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. വെറും അക്ഷരമല്ല, കാരണം ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്ന ഒരു നിലയിൽ അവരായി തീർന്നു. तो जिसके वजह से क्या हो गया कि वो लोग नए वचन का सेवा के विषय में वो लोग योग्य भी हो गए हैं। तो वहां पर इसके लिए उस वचन का कार्य की वजह से पवित्र आत्मा से भरकर वो लोग प्रभु के सेवा के विषय के लिए सक्षम हो गए। അപ്പൊ നമ്മളിങ്ങനെ ദേഹിയിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ താല്പര്യപ്പെടുകയും മനസ്സിൽ നമ്മൾ കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ ദേഹിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിക്കുന്നത്. तो इसके लिए हमारे प्राण में भी या हमारे मन में प्रभु का वचन का गहराई का अवस्था का विषय में उत्तेजना हम रखेगा, तो ही प्रभु का वचन जो हमारा आत्मा में है वो हमारे प्राण में बहेगा। അപ്പം അലസതയുള്ളവൻ ഒന്നും വേട്ടയാടുന്നില്ല, അവൻ ദൈവത്തിന്റെ കാര്യം അന്വേഷിക്കുന്നില്ല, അവൻ ആ ഒരു അന്വേഷണത്തിൻ്റെതായ ഒരു രുചി അവനില്ല. तो एक आलसी व्यक्ति क्या करता है, वो कभी भी कोई भी विषय में जो ओहर है जो उसको पाना चाहिए था उसको मिलता नहीं है, क्योंकि वो उसको ढूंढने नहीं जाता। നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 26 അധ്യായം വായിക്കുമ്പോൾ यशायाह का पुस्तक उसका 26 में हम पढ़ते हैं, 9 വാക്യത്തിൽ Isaiah 26 का 9 में, എന്റെ ഉള്ളം കൊണ്ട്, എന്റെ ഉള്ളം എന്ന് പറയുന്നത് മനസ്സ്, നമ്മുടെ ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു. രാത്രിയിൽ നിന്നെ എന്റെ ആത്മാവ് കൊണ്ട് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, എന്റെ ഉള്ളം കൊണ്ട് നിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, ഡിസൈർ ചെയ്യുന്നു. അവിടെ 26-9 വാക്യം വായിക്കുമ്പോൾ വേർതിരിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആത്മാവ് എന്താണ് ചെയ്യുന്നത്, ദേഹി എന്താണ് ചെയ്യേണ്ടത്. रात के समय मैं जी से तेरी लालसा करता हूँ, मेरा संपूर्ण मन से यत्न के साथ तुझे ढूंढता हूँ। आगे, क्योंकि जब तेरे न्याय के काम पृथ्वी അത് മതി. അവിടെ तो वहां पर रात के समय में क्या करता है, जी से तुम्हारी लालसा करता हूं, और मेरे संपूर्ण मन, वहां पर बोलते समय में अंग्रेजी में मेरे संपूर्ण मन मतलब आत्मा के बारे में बोला है। तो वो संपूर्ण मतलब आत्मा से अध्ययन करना, यत्न करता हूं करके लिखा है। तो अब मेरा जो रात के समय में मेरा जी मतलब जो प्राण है, प्राण क्या करता है और आत्मा क्या करता है, दोनों में पूरा स्पष्ट रीति से बताया है। നോക്കുക, എന്റെ ദേഹി നിന്നെ ആഗ്രഹിക്കുന്നു, നിന്നെ കൊതിക്കുന്നു. നിന്നെ ആഗ്രഹിക്കുമ്പോൾ ആത്മാവ് ഉടനെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മാവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അന്വേഷിക്കാൻ സഹായിക്കുകയാണ്. तो जब मेरा पूरा जी से जब मैं प्रभु का जो प्राण क्या करता है, वहां पर प्रभु के विषय में लालसा जब उत्पन्न होता है, मतलब मुझे प्रभु चाहिए, मुझे प्रभु को ढूंढने का मन आता है, उसमें इच्छा आता है, तो आत्मा क्या करेगा, बोला वो संपूर्ण मन जो आत्मा है वो पूर्ण यत्न से हमें प्रभु को ढूंढने के लिए मदद करता है, सहायता करता है। तो जैसा प्राण में उत्तेजना आकर लालसा आता है प्रभु को खोज में, प्रभु को चाहिए मांगता है, तब आत्मा है, मनुष्य का आत्मा है, उसको सहायता करता है। അപ്പൊ ആത്മാവിൽ നമ്മള് ഉണർവുള്ളവരായി നമ്മുടെ ദേഹി കൊണ്ട് നമ്മള് ദൈവത്തിന്റെ കാര്യങ്ങൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ്
നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ ആന്തരിക ദർശനം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശമായി തീരുന്നത്. इस रीति से हमारे प्राण में पूर्ण रीति से प्रभु को चाहत करता है और प्रभु को के विषय में खोजने के लिए शुरू करता है और उसमें हमारा आत्मा भी उसको मदद करता है। तभी है प्रभु का स्वर्गीय बातों का, रहस्य की बातों का हमारे सामने स्पष्ट होकर खुलकर हमें समझ में आता है और प्रभु हमको भंडार खोल के देता है। അപ്പൊ നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്നു. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടും. നമ്മൾ എഫേസ്യ ലേഖനം 6:10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, एफेसियों का पुस्तक 6:10 में पढ़ते समय में हमारा अंदरूनी मनुष्य को बलवंत करो करके जब कहते समय में അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. 10 पढ़ना। निदान प्रभु में और उसकी शक्ति के प्रभाव में बलवंत बनो। तो प्रभु के शक्ति में तुम उसके प्रभाव में बलवंत बनो। അപ്പൊ കർത്താവിനെ അന്വേഷിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ദേഹിയിൽ അവനോട് ഒരു ഉത്സാഹം ഉള്ളപ്പോഴാണ് നമുക്ക് ദൈവികമായിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും നമ്മുടെ ആത്മാവ് ബലപ്പെടുകയും ചെയ്യും. तो जब हम लोग हमारा प्राण में जब हम प्रभु को खोजते हैं और प्रभु को पाने का दिलचस्पी रखते हैं और आग्रह बढ़ता है, तभी है हमारा आत्मा में हम सामर्थ पाकर बलवंत होते हैं। നമ്മളിൽ നമ്മുടെ വശത്തു നിന്നും ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെതായ രുചിയിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നമുക്ക് പ്രകാശനം തരികയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. तो हमने प्रभु को जितना जाना है, जितना समझा है, उस ज्ञान के आधार पर अगर हम लोग प्रभु को खोज कर उसको और चाहने का जब मन हम रखते हैं, तो ऐसे विश्वास को प्रभु कभी छोड़ेगा नहीं, कभी त्यागेगा नहीं, बल्कि प्रभु अपना और भी रहस्य बातें उसको प्रकट कराएगा। ആത്മാവിന്റെ ശക്തി വരുന്നത് നമ്മുടെ ശരീരത്തിലോ ദേഹിയിലോ അല്ല, നമ്മുടെ ആത്മാവിലാണ്. നമ്മുടെ ദേഹി സഹകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവാണ് ദൈവശക്തി കൊണ്ട് നിറയുന്നത്. तो परमेश्वर का सामर्थ जब तुमको मिलेगा करके बोलते समय में परमेश्वर का सामर्थ हमारा प्राण में या शरीर में नहीं है, बल्कि हमारे आत्मा में मिलता है। जब हम लोग पूरे मन से परमेश्वर को खोज करके उनको आग्रह करता है प्रभु के विषय में, तब आत्मा है जो बलवंत होकर सहायता करता है। അവിടെ നമുക്ക് ദൈവം ശക്തിപ്പെടുത്തുന്നത് എവിടെയാണെന്ന് നോക്കാം. നമ്മള് എഫേസ്യ ലേഖനം 3:14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, एफेसियों 3:14 पढ़ते समय में वहां पर हम देखते हैं कि हम लोग कहाँ पर बलवंत होते हैं करके। ഇവിടെ ദേവദാസന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് അവന്റെ ഉള്ളിൽ പ്രേരണ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് എഫേസ്യ വിശ്വാസികൾക്കും ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. तो जब वो प्रभु का दास को यहाँ पर प्रभु में जब आनंद होकर वो धन्यवाद देकर वो सामर्थ प्राप्त होते समय में वो उसका अंदरूनी मनुष्य को सामर्थ मिलता है करके उसका जब खुशी मिलते समय में उसका आग्रह यह था कि एफेसस के मंडली के लोग भी इसी रीति से वो लोग बलवंत होकर सामर्थ हो करके उस विषय में और प्रार्थना करता है। അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് അവൻ തന്റെ 16 വാക്യം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യാത്മാവിനെ ശക്തിയോടെ ബലപ്പെടുത്തണം. पढ़ना उसका 16 वाक्य, कि वह अपनी महिमा के धन के अनुसार तुम्हें यह दान दे कि तुम उसके आत्मा में अपने भीतरी मनुष्यत्व में सामर्थ पाकर बलवंत होते जाओ। तो उसके आत्मा मतलब परमेश्वर का आत्मा के द्वारा, पवित्र आत्मा के द्वारा हमारे भीतरी मनुष्यत्व मतलब क्या? हमारा मनुष्य के अंदर का जो भीतरी मनुष्य वो है हमारा मनुष्य आत्मा में क्या होना है? सामर्थ पाकर बलवंत होते जाओ। നമ്മള് ഈ ആത്മാവ്, ദേഹി, ശരീരം 3 ഭാഗങ്ങൾ പഠിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ അതിന്റെ 5:23 ഇന്നർ മാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിറ്റ് ആണ്. तो हम लोग पहला तेस्सलोनी 5:23 में जब हम पढ़ते समय में संपूर्ण मनुष्य करके वहां पर जब उसमें बोलते समय में वहां पर सबसे अंदरूनी मनुष्य वहां पर आत्मा है। പിന്നെ നമ്മുടേതായിരിക്കുന്ന ഔട്ടർ മാൻ എന്ന് പറയുന്നതാണ് ദേഹി. और फिर हमारा जो बाहरी मनुष्य है वो प्राण के विषय में है. അതിന് ഇന്നർ മോസ്റ്റ് ഔട്ടർ മാൻ ആണ് നമ്മുടെ ശരീരം. और जो सबसे बाहरी व्यक्ति है वो है हमारा देह. അപ്പം ആത്മാവ്, ദേഹി, ശരീരം ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം ക്രമീകരിക്കുന്നത്. तो प्रभु का वचन ने हमारा कैसा क्रमांक रखा है? पहला आत्मा, फिर प्राण और फिर शरीर. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉത്സാഹം ഉണ്ടെങ്കിൽ, അതാണ് മടിയന്മാരായിരുന്നാൽ ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. तो इसके लिए अगर मन में सचमुच प्रभु को विषय पाने का चाहत है और उत्तेजना से कार्य कर रहा तो ही हम प्रभु को पाएंगे, लेकिन आलसी रहा तो नहीं होगा. നമ്മൾ ഒരുപാട് മടിയന്മാരാകുമ്പോഴാണ് ദൈവം തന്റെ ഡിസിപ്ലിനറി ആക്ഷൻ നമ്മളെ ബാലശിക്ഷയിലേക്ക് നയിക്കുന്നത്. तो हम लोग जब ज्यादा आलसी जब हो जाते हैं तभी प्रभु हमको ताड़ना देते हैं. ദൈവം നമ്മളെ അടിക്കുമ്പോൾ
प्रभु जब हमको ताड़ना करता है, ദൈവം നമ്മളൊക്കെ ചില കാര്യങ്ങളിൽ ദൈവം ശിക്ഷണം തരുമ്പോൾ प्रभु जब हमको कुछ विषय में हमको ताड़ना देकर जब समझाता है, നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് ആത്മീയമായിട്ട് വളരെയധികം പശ്ചാത്താപം ഉണ്ടാകും. നമ്മൾ ദൈവത്തെ വിട്ടുപോയ കാര്യം. അതാണ് നമ്മൾ 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ വായിക്കുന്നത്. तो उस समय में हम लोग प्रभु के विषय में हम लोग ने हमारे जीवन के विषय में हमने क्या किया और हमने जो गलतियां है, हमारा पाप है, उस सब बातों को हम लोग स्मरण कर कर हम लोग के अंदर पश्चाताप होता है और हम लोग प्रभु की उपस्थिति में समर्पण करते हैं, जो हम लोग 2 कोरिन्थियों 7वां अध्याय में हम पढ़ते हैं। അവിടെ 2 തരത്തിലുള്ള ദുഃഖത്തെ കുറിച്ച് പറയുന്നുണ്ട്. वहां पर 2 प्रकार का दुख के बारे में कहा है। 7ന്റെ 10ാം വാക്യം. 7 का 10 में हम पढ़ते हैं, 7 का 10 पढ़ना। क्योंकि परमेश्वर भक्ति का शोक ऐसा पक्षपात उत्पन्न करता है जिसका परिणाम उद्धार है और फिर उससे पछताना नहीं पड़ता, परंतु संसारी शोक मृत्यु उत्पन्न करता है। നോക്കുക, ഇവിടെ നമ്മളൊക്കെ അതായത് നമ്മൾ ഇച്ഛിക്കുന്ന ഒരു കാര്യം കിട്ടിയില്ല. अभी हमने कुछ बातें सोचा और वो बात हमको नहीं मिला, ആ ഒരു ദുഃഖം നമുക്ക് മരണമാണ് ഉളവാക്കുന്നത്. तो इस प्रकार का शोक हमारे अंदर होकर जो दुख हुआ, मैंने संसार से कुछ सोचा और मुझे मिला नहीं, ऐसा सब सोच के क्या हो गया, वो संसारी शोक है और वो संसारी शोक मृत्यु उत्पन्न करता है। എന്നാൽ മാനസാന്തരത്തിനായി ദുഃഖിക്കുമ്പോൾ, കർത്താവെ ഞാൻ വളരെ ഉദാസീനായി, ഞാൻ പോയി നിന്റെ വചനം വായിക്കേണ്ട സമയത്ത് ഞാൻ വേറെ ചിലത് വായിച്ചു, നിന്നെ ഓർക്കേണ്ട സമയത്ത് മറ്റു ചിലത് ഓർത്തു, ഇങ്ങനെ മാനസാന്തരത്തിനായിട്ട് ദുഃഖിക്കുമ്പോൾ അത് അവന് ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് തീരുന്നു. परंतु जो शोक जब हम लोग पश्चाताप करके जो हमको उत्पन्न होता है, उसका शोक जो परमेश्वर भक्ति का जो शोक है, जो पश्चाताप के द्वारा होता है कि प्रभु जो समय में आपका वचन पढ़ने के लिए, प्रार्थना करने के लिए इस्तेमाल करना चाहिए था, वो किसी और चीज के लिए मैंने इस्तेमाल कर दिया बोलकर, ये बात को सोचकर शोक मनाकर परमेश्वर का भक्ति में अधीन होकर उसमें जब वो शोक करता है, तब वो सच्चा समर्पण है। उस समर्पण का परिणाम क्या होगा, वो उसका लाभदायक होता है। അപ്പോൾ നമ്മൾ 11ാം വാക്യത്തിൽ അവിടെ വായിക്കുകയാണ്, ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം എത്ര ഉത്സാഹം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മടിക്ക് ഓപ്പോസിറ്റ് ആയ ഉത്സാഹം. और 11 पढ़ना। सो देखो इसी बात से कि तुम्हारे परमेश्वर भक्ति का शोक हुआ, तुम में कितनी उत्तेजना और प्रत्युत्तर और रीस और भय। तो देखो वहां पर कितना उत्तेजना हुआ, मतलब अभी हम जो विषय में सोच रहे थे, जो आलसीपन के विपरीत है, जो उत्तेजना से भर जाना, वो अवस्था में हो गया जब परमेश्वर के भक्ति के कारण जो शोक हुआ। അപ്പം നമ്മുടെ ഉള്ളില് മടി ഉണ്ടായാൽ ഉളവാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്നാൽ ഉത്സാഹം ഉണ്ടായാൽ അതിനോട് ചേർന്ന് വരുന്ന ഹൃദയത്തിന്റെ അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. മടി ഉണ്ടായാൽ പിന്നെ ദൈവത്തോട് അകന്നു പോകും, പാപത്തിൽ വീഴുന്നു, നമുക്ക് സന്തോഷമില്ല, സമാധാനമില്ല, ഒരു ആത്മീയമായ ഒരു കൂട്ടായ്മയില്ല, നമ്മൾ അകന്നകന്ന് മനസ്സുകൊണ്ട് അകന്നകന്നു പോവുകയാണ്. എന്നാൽ നമ്മൾ അനുദപിച്ച് മനസ്സിൽ ഉത്സാഹം വന്ന് കർത്താവിനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹൃദയത്തിൽ ഒരു ഉത്സാഹം ഉണ്ടാവും, ഒരു യഥാർത്ഥ ഉണർവ് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരം ആ വ്യക്തിയിൽ ഒരു ഉത്സാഹം കൊണ്ടുവരും. ആ ഉത്സാഹമാണ് പിന്നെ അടുത്ത ഭാഗങ്ങളിലെല്ലാം ഉണ്ടാക്കുന്നത്. ആ ഉത്സാഹത്തോടു കൂടെ നമുക്ക് എന്തുണ്ടാകുന്നു? എത്ര പ്രതിവാദം, ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ള അവന്റെ ആഗ്രഹം, എത്ര നീരസം, പാപത്തോടും ലോകത്തോടും ലൗകിക കാര്യങ്ങളോടുള്ള നീരസം, എത്ര ഭയം, ദൈവത്തോട് എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ജനിപ്പിക്കുന്നതാണ്. ഒന്ന് ഉണർന്നാൽ, ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് സമ്പന്നരായി തീരുന്ന, ദൈവികമായി സമ്പന്നരായി തീരുന്ന ആ അനേക കാര്യങ്ങളാണ് ഉത്സാഹം കൊണ്ട്, മടിക്ക് ഓപ്പോസിറ്റ് ആയ ഉത്സാഹം കൊണ്ട് ഉണ്ടാകുന്നത്. तो इसके लिए हम लोग को देखते हैं उत्साह और आलसी में कितना फर्क है। जब आलसी लोग आलसपन में जब बढ़ते रहते हैं, समय में उसके अंदर मृत्यु आता है, परमेश्वर से वो दूर हो जाता है, परमेश्वर के विषय में वो दिलचस्पी नहीं रहता, एक मरा हुआ अवस्था में रहता है, अशांति से भर जाता है, आनंद नहीं रहता। ये सब वो आलसीपन के वजह से उसके जीवन में आने वाला अवस्था है, उसका परिणाम है। उसका विरोध जब प्रभु की उपस्थिति में समर्पण करके थोड़ा प्रभु में मन लगाकर एक उत्तेजना अगर हमारे अंदर आ गया, सच्चा आनंद आ गया, तो क्या होगा, उस उत्तेजना से भरते हुए हम लोग प्रत्युत्तर हो जाते हैं। मतलब प्रभु की उपस्थिति में हम लोग को प्रभु के वचनों में खड़े रहने का प्रत्युत्तर मिलता है और हमें रिस है, यानी कि संसार की बातों से दूर होकर प्रभु के विषय में एक उत्तेजना का रिस भर जाता है और परमेश्वर में भय में हम लोग रहते हैं और प्रभु को और लालसा करते हैं और उसका धुनी, ये सब बातों में प्रभु में ये सब उत्पन्न होने वाला बातें हैं, जो एक बार उत्तेजना अगर आ गया तो हमको मिलता है। ഉത്സാഹമുള്ളവൻ സമ്പത്ത് ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ നേരത്തെ വായിച്ചതും, അല്ലെങ്കിൽ
മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കും, ഇവരൊന്നും ഒരു ഉത്സാഹവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. അവന് ചെറുതെ ഭൗമിക വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അവന് ആത്മീയമായിട്ട് ഒന്നും അറിയത്തില്ല. കാരണം അവനെന്താണ്, ഒരു ഉത്സാഹമില്ല, അവന് ഒന്നും വേട്ടയാടി പിടിക്കുക. അതേ സമയത്ത് ലോകത്തോടുള്ള ബന്ധത്തിൽ, പാപത്തോടുള്ള ബന്ധത്തിൽ വളരെ ഉത്സാഹിയായിട്ട് പാപം ചെയ്ത് ജീവിക്കുന്നു. तो इसके लिए यही बात हमने शुरुआत में, एक आलसी व्यक्ति हमने देखा कि वो क्या है, कुछ भी वो नहीं कमा पाता। क्यों? क्योंकि वो आलसी होने की वजह से प्रभु के विषय में कोई भी संपत्ति, कोई भी धन वो नहीं कमा पा रहा और निराशा में रहता है। परंतु जो कामकाजी है वो क्या करता है, वो हमेशा अनमोल वस्तु उसको मिलते रहता है। प्रभु की उपस्थिति का, उसका जो प्रभु का स्वर्गीय बातों का, अनमोल विषय का धन जो प्रभु ने उसके लिए तैयार किया, वो उसको मिलते रहेगा, जो आलसी व्यक्ति को नहीं मिलेगा। അപ്പൊ കർത്താവ് നമുക്ക് തരുന്ന ആ ഉപദേശം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നമുക്ക് തരുന്ന ഉപദേശം, നമ്മള് ഉത്സാഹമുള്ളവരായി തീരുമ്പോൾ നമ്മുടെ അലസത മാറും. तो इसके लिए प्रभु का वचन जो हमको इस विषय में प्रेरणा देता है कि थोड़ा अगर हम लोग प्रभु के वचन के आधार पर समर्पण करके उत्तेजना से अगर हम लोग भर जाएंगे तो आलसीपन हट जाएगा। നമ്മൾ ഉത്സാഹമില്ലാതെ വചനം കേട്ടാലും അത് പ്രയോജനമില്ല. अगर हम लोग उत्तेजना से अगर वचन सुनेंगे नहीं तो उसका कुछ फायदा नहीं होगा। വചനം വായിച്ചാലും നമ്മള്, അല്ലെങ്കിൽ ഒരു പ്രസംഗം ചെയ്താലും അതിന് വിശേഷതയില്ല. तो ऐसा बिना उत्तेजना से एक प्रचार भी कर दिया बोला तो उसका कुछ खासियत नहीं है। ആ കർത്താവിനോടുള്ള എരിവ് കൊണ്ട്, അല്ലെങ്കിൽ ആത്മാവിലുള്ള ഉത്സാഹം കൊണ്ട് അത് ചെയ്യുമ്പോൾ, लेकिन आत्मा प्रभु में जलन से भरकर, आत्मा का उत्तेजना और सामर्थ्य से भरकर यदि कोई भी प्रभु के लिए सेवा करे तो അത് നമുക്ക് നമ്മള് അവിടെയാണ് കൃപ വ്യാപരിക്കുന്നത്. वहां पर है आशीष कार्य करता है। നമ്മുടെ 2 തീമോഥെയോസ് 2:1 ഒന്നും കൂടെ വായിക്കാം. दूसरा तिमोथी 2:1 भी हम पढ़ेंगे। ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്നാണ് വായിക്കുന്നത്. पढ़ना। इसलिए हे मेरे पुत्र, तो उस अनुग्रह से जो मसीह यीशु में है बलवंत हो जा। അപ്പം കർത്താവിനെ ഓർക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ तो मसीह को जब हम सोचते हैं और उन्हीं का हम ध्यान करते हैं, നമ്മുടെ ഉള്ളം സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും നിറയുന്ന, ലോകത്തിന്റെ അല്ലാത്ത ഒരു നിറവ്, ഒരു സന്തോഷം, ഒരു സമാധാനം. കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ തരുന്ന സന്തോഷവും സമാധാനവും ലോകം തരുന്നത് പോലെ അല്ല, അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് ദൈവവചനം പ്രകാശിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന സന്തോഷമാണ്. प्रभु का अनुग्रह से जो बनने वाला व्यक्ति, उसको वो प्रभु का सामर्थ्य से वो भर जाता है और प्रभु के विषय में वो हमेशा आनंदित होकर, उत्तेजना के साथ भरकर, जैसे प्रभु ने कहा कि जो पानी मैं देता हूं वो उस विषय में एक सच्चा आनंद और शांति का अनुभव हमको मिलता है जो संसार नहीं देता। അപ്പം നമ്മൾ മത്തായി സുവിശേഷം 24:48 കർത്താവ് പറയുന്നുണ്ട്, അവിടെ ഒരു പറയുമ്പോൾ, യജമാനൻ വരുന്നത് താമസിക്കുന്നു എന്ന് ഒരു ദാസൻ അറിയുമ്പോൾ പിന്നെ ദാസൻ എന്ത് ചെയ്യുന്നു, മടിയുള്ളവനായി തീരുന്നു. അവന് മറ്റുള്ളവരെ വഴക്ക് പറയുകയും വഴക്കുണ്ടാക്കുകയും മടിയനായി തീരുന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. मत्ती का सुसमाचार 24वां अध्याय उसका 48 में पढ़ते समय में वहां पर हम देखते हैं कि जब उसका स्वामी को मालूम पड़ा, जब उसका दास को मालूम पड़ा कि स्वामी आने के लिए देर करता है, तो वो क्या करता है, उसका परिणाम क्या हो गया, नीचे वाक्य पढ़ते समय में वो आलसी हो जाता है और वो बुरा बुरा काम करने लगता है, वो उसमें अंदर उत्तेजना नहीं रहता। അപ്പൊ നമ്മുടേതായിരിക്കുന്ന പ്രാകൃത സ്വഭാവം ദൈവത്തോട് ഒരു മരവിപ്പ അനുഭവവും ലോകത്തോട് വളരെ ഉത്സാഹവുമുള്ള ഒരു സ്ഥിതിയിൽ നിന്നും മാനസാന്തരം വന്നിട്ട് ലോകത്തോട് മരവിപ്പും ദൈവത്തോട് ഉത്സാഹവുമുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ശരിക്കുമുള്ള രക്ഷിക്കപ്പെടൽ അല്ലെങ്കിൽ മാനസാന്തരം. तो इसके लिए हमारा जो स्वाभाविक रीति से हम लोग जो जन्म से हमको जो आलसीपन का स्वभाव मिला है, उस आलसीपन का स्वभाव में प्रभु के विषय में कोई भी दिलचस्पी ना रखते हुए संसार की बातों के लिए बहुत ही मन लगाकर कार्य करना, ये स्वाभाविक रीति से हम लोग हटकर प्रभु में हम लोग बढ़ते हुए प्रभु के विषय में बहुत दिलचस्पी रखकर उसमें हम लोग उत्तेजना से बढ़ते रहे और प्रभु में बढ़ते 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 संसार के विषयों से हम लोग संसार की बातों के लिए हम लोग ना मन रखते हुए सिर्फ प्रभु के बातों में दिलचस्पी रखकर बढ़ने वाला व्यक्ति के अंदर ही सच्चा नया जन्म का अनुभव है और वही है जो सचमुच मन फिराकर वो प्रभु के उपस्थिति में समर्पण करके जी रहा है। നമ്മള് സാധാരണ പരീക്ഷയിൽ വീഴാൻ കാര്യം നമ്മുടെ മനസ്സിൽ കർത്താവിനോട് അല്ലെങ്കിൽ മനസ്സ് മടിച്ചിരിക്കുന്നവരിലാണ്, മടിയന്മാരിലാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. शैतान हमेशा, अधिकतर शैतान के हम लोग जो परीक्षा में हम लोग क्यों गिरते हैं शैतान के, क्योंकि हमारा अवस्था तब आलसीपन का अवस्था में हो चुका है, प्रभु के विषय का वचन के उत्तेजना से हम लोग दूर हो गए, तो जो आलसीपन में पड़ा रहता है उसके अंदर शैतान कार्य कर शैतान उनको खींच के गिरा देता है। 1 പത്രോസ് 5:8 വാക്യം നമ്മൾ വായിക്കുമ്പോൾ पहला पत्रोस 5:10 में हम पढ़ते हैं,
അത് പത്രോസിന്റെ അനുഭവത്തിൽ നിന്നാണ് പത്രോസ് പറയുന്നത്. वहां पर पत्रोस अपना अनुभव वहां पर कहता है. കർത്താവ് ഗത്സമന തോട്ടത്തിലേക്ക് അവിടെ വരുമ്പോൾ ആദ്യം തന്നെ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് അവരോട് ഉണർത്തി പറയുകയുണ്ടായി. प्रभु ने जब पत्रोस को गethsemane में बगीचे में लेकर गया था, तो वहां पर प्रभु ने पत्रोस को और बाकी चेलों को कहा था, तुम लोग जागरूक रहना, जागे रहना और जागते हुए प्रार्थना करना. പക്ഷെ അവരെ ഉറങ്ങുകയും ചെയ്തത്. परंतु उधर उन लोग ने चेले लोग सो गए थे. അത് അവരുടെ ആത്മീയ നിലയുടെ ഒരു പ്രാഗൽഭ്യ സ്വഭാവം കാണിക്കുകയാണ്. और बोलो वो क्या है, उनका जो शारीरिक स्वभाव है, भले ही वो लोग आत्मिक लोग हैं, लेकिन उनका शारीरिक स्वभाव क्या है दर्शाता है. 5:8 ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പൊ ആരെയാണ് വിഴുങ്ങുന്നത്? तो वहां पर देखो वो शब्द क्या क्या देखता है, सचेत रहो करके कहता है, और जागते रहो क्योंकि तुम्हारे विरोधी शैतान वो गरजते हुआ सिंह के नाई वो देख रहे किसको वो खोजते रहते हैं कि किसको वो पकड़ कर खाए. तो किसको वो खोज रहा है? जो जागा हुआ नहीं है. അപ്പം നമ്മൾ ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകത വിവിധ വശങ്ങളിലൂടെ സദൃശവാക്യങ്ങളിൽ മടിയൻ എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് അതിന്റെ ഉത്തരമാണ്, അതിന്റെ പ്രതിവിധി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. तो अभी हमने जो नीति वचन में हमने जो पढ़ा कि एक आलसी व्यक्ति का अवस्था क्या है करके, उसका जवाब में उसका आलसी व्यक्ति ना बनते हुए उसका किस रीति से हमें जागकर प्रभु में बने रहना है और जागने की वजह से उसका परिणाम क्या होगा, उस विषय को हमने देखा. അപ്പം മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല. बोले एक जो आलसी व्यक्ति है वो कभी भी कुछ पाता नहीं. അപ്പോൾ ഉത്സാഹിയാണെങ്കിൽ അവൻ വേട്ടയാടി പിടിക്കും. അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ വചനത്തിന്റെ അല്ലെങ്കിൽ ലേഖനങ്ങളാലും എഴുത്തുകളാലും പ്രബോധനങ്ങളാലും കൊടുത്തിരിക്കുന്നതെല്ലാം മുറുകെ പിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ക്രിസ്തുവിന്റെ പത്രമായിട്ട് അവർ തീരുന്നു. परंतु कामकाजी व्यक्ति मतलब जो उत्तेजना से भर चुका है, वो व्यक्ति क्या करेगा, वो उसको अनमोल वस्तुएं मिलते रहेगा. मतलब वो प्रभु का वचन में वो खोज करेगा, प्रभु का पत्रों को वो पढ़ेगा, वचन में ध्यान करेगा, अभ्यास करेगा, प्रार्थना करेगा, और वो सब बातें ध्यान करने की वजह से उस वचन से उसको अनमोल वस्तुएं खजाना मिलते रहेगा. 13:4 നമ്മൾ വായിച്ചതുപോലെ മടിയൻ കൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹിയുടെ പ്രാണൻ പുഷ്ടി പ്രാപിക്കും. जैसा हमने 13:4 में भी हमने पढ़ा था नीति वचन में कि जो आलसी व्यक्ति है उसको वो जो लालसा करता है उसको कुछ भी नहीं मिलता, परंतु जो कामकाजी है, जो मेहनती है, वो हष्टपुष्ट रहता है. 10:4 അവസാനമായിട്ട് മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ദരിദ്രനായി തീരും, ഉത്സാഹിയുടെ കയ്യോ ഇതെല്ലാം ഇതിന്റെ പോംവഴികളാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചത്. और 10:4 में हमने पढ़ा कि जो आलसी है उसका काम में हमेशा ढीलापन रहता है, परंतु जो कामकाजी है और उत्तेजना में रहता है उसके हाथ के द्वारा धनी होते रहने का अवस्था है. तो ये सब अवस्था हमें आलसीपन में जो हम लोग गिरे हुए लोगों को अवस्था उससे कैसा बाहर निकले, ये सब बातों को हमने देखा. നമ്മുടെ അലസത കൊണ്ട് മറ്റുള്ളവരും അലസരായി പോകും. हमारा आलसीपन के वजह से दूसरे लोग भी आलसी हो जाते हैं. നമ്മള് ഉണർവുള്ളവരാണെങ്കിൽ മറ്റുള്ളവർക്കും അത് ഉത്സാഹമായി തീരുവാൻ, അതിനാണ് നമ്മുടെ പ്രബോധനവും നമ്മൾ ബൈബിൾ സ്റ്റഡിയും നമ്മൾ ആരാധനയിൽ എല്ലാം കൂടി വരുന്ന സഹോദരന്മാരുടെ കൂട്ടായ്മ. ഇത് അന്യോന്യം ഉത്സാഹിപ്പിച്ച് കർത്താവിന്റെ പ്രകാശം ഉള്ളിൽ കത്തി നമ്മളെ ആത്മീയമായിട്ട് സമ്പന്നന്മാരായി തീരാനുള്ള വഴിയാണ് കർത്താവ് നമുക്ക് കാൽവരി ക്രൂശിൽ ഒരുക്കിയിരിക്കുന്നത്. Amen. इसके लिए हम लोग को बार बार प्रतिदिन हफ्ते में हम लोग बार बार बाइबल स्टडी और मीटिंग्स हम सब रखते हैं, और आराधना में हम लोग सब एकत्र होकर आराधना करते हैं, क्योंकि हमारा परिस्थिति ऐसा है. तो ये सब बातों को जब एकत्र होकर प्रभु का उस क्रूस का कार्य को हम लोग ध्यान करने के लिए और प्रभु के बातों में सोचते रहे, उसी के लिए तो प्रभु ने क्रूस का वो बलिदान का कार्य से वहां से शुरू कर हमारे जीवन में कार्य किया है. Praise the Lord. प्रभु हम सबको सहायता करे. प्रेज द लॉर्ड. പ്രാർത്ഥിക്കാം.